നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു സുവർണ അവസരമാണ് എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സ്ഥാനപതിയെ നേരിൽ കണ്ട് പരാതികൾ അറിയിക്കാനുള്ള അവസരമാണ് ഒമാനിലെ പ്രവാസികൾക്ക് കിട്ടിയിരിക്കുന്നത്. ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതിയെ നേരിൽ കണ്ട് തങ്ങളുടെ പരാതികൾ അറിയിക്കാനും പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാനുമായി എല്ലാ മാസവും നടത്തിവരുന്ന ഓപ്പൺ ഹൗസ് ഓഗസ്റ്റ് 26 നടക്കുമെന്ന് എംബസി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിൽ ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസിൽ പ്രവാസികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും ഉന്നയിക്കാനാകും. ഓപ്പൺ ഹൗസിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർ തങ്ങളുടെ പരാതി 98282270 എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാനും എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന പരാതികൾക്കുള്ള മറുപടി ഓപ്പൺ ഹൗസിൽ നൽകുമെന്നാണ് എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ഥാനപതിയോടൊപ്പം കാര്യാലയത്തിലെ എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ഓപ്പൺ ഹൗസ് വൈകുന്നേരം 4 മണിയോടെ അവസാനിക്കുമെന്നും ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നു. എന്നാലും ഒമാനിലെ പ്രവാസികളെല്ലാം തന്നെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അതേസമയം നാട്ടിൽ നിന്ന് UAE-യിലേക്കുള്ള മടക്കയാത്രയ്ക്ക് ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നതോടെ ഒമാനിലെ വിമാനത്താവളങ്ങൾ വഴി UAE-യിലേക്ക് മടങ്ങുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കുടുംബവുമായി മടങ്ങുന്നവർക്ക് വൻതുക ലാഭിക്കാമെന്ന് മാത്രമല്ല, ഒമാന്റെ പ്രകൃതി സൗന്ദര്യവും ഇതുവഴി ആസ്വദിക്കാൻ ഒരു അവസരവും ഇതിലൂടെ കൈവരുന്നു എന്നതാണ് പ്രധാന ആകർഷണം. ഓഗസ്റ്റ് അവസാനത്തോടെ UAE-യിൽ സ്കൂളുകൾ തുറക്കും. ഈ സമയത്ത് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് നേരിട്ടുള്ള വിമാനങ്ങൾക്ക് 1500 ദിർഹത്തിന് മുകളിലേക്കാണ് നിരക്ക്. എന്നാൽ കൊച്ചിയിൽ നിന്ന് മസ്കത്തിലേക്കോ കോഴിക്കോട് നിന്ന് സൊഹാറിലേക്കോ യാത്ര ചെയ്യാൻ 600 ദിർഹം മുതൽ 700 ദിർഹം വരെ മതിയാകും. അവിടെ നിന്ന് ബസ്സിൽ ദുബായിലേക്ക് കുറഞ്ഞ ചിലവിൽ എത്താനും കഴിയുന്നതാണ്. ഇതാണ് പലരെയും ഒമാനിലൂടെ വളഞ്ഞ വഴി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. 4 പേരടങ്ങുന്ന കുടുംബം യാത്ര ചെയ്യുമ്പോൾ 2000 ദിർഹം അഥവാ 45,000 രൂപ വരെ ഇതിലൂടെ ലാഭിക്കാം. UAE റെസിഡന്റ് വിസക്കാർക്ക് ഒമാൻ ഓൺ അറൈവൽ വിസകൾ ചുരുങ്ങിയ ചെലവിൽ ഓൺലൈനിൽ കിട്ടും. അല്ലാത്തവർക്ക് ടൂറിസ്റ്റ് വിസ ലഭ്യമാക്കാൻ ട്രാവൽസുകൾ രംഗത്തുമുണ്ട്. കോഴിക്കോട് നിന്ന് സലാം എയർ ദുബായിയോട് അടുത്ത് കിടക്കുന്ന ഒമാൻ വിമാനത്താവളമായ സൊഹാറിലേക്ക് സർവീസ് നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കിയിട്ടുണ്ട്. മസ്കത്തിലേക്ക് മടങ്ങുന്നവർക്ക് അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണാനുള്ള സൗകര്യവുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.